തലച്ചോറിനെയും നാഡികളെയും ബാധിക്കുന്ന അപൂർവവും എന്നാൽ വളരെ ഗുരുതരവുമായ അണുബാധയാണ് റാബീസ്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മിക്കവാറും മരണകരമായാണ് പ്രത്യക്ഷപ്പെടാറ്. സാധാരണയായി രോഗം ബാധിച്ച മൃഗത്തിൻ്റെ കടിയിലോ പോറലിൽ നിന്നോ പിടിക്കപ്പെടുന്ന ഒന്നാണ് റാബീസ്. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഏഷ്യ, ആഫ്രിക്ക, മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇത് വളരെയധികം കാണപ്പെടുന്നു. റാബീസ് വൈറസുകളുടെ പ്രത്യേകതകൾ: അവ മുറിവുകളിലൂടെ രക്തത്തിലെത്തിയോ നമ്മുടെ ശ്ലേഷ്മ സ്തരങ്ങളിലൂടെ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ പുറംപാളിയിലൂടെ അടക്കം ഉള്ളിലെത്തി നെർവുകളുടെ ഞരമ്പുകളുടെ കവചങ്ങളിൽ ബന്ധിക്കപ്പെട്ട് പതുക്കെ സഞ്ചരിച്ച് തലച്ചോറിൽ എത്തുന്നതാണ് ഈ ബാധ. ഈ സഞ്ചാരത്തിന് കുറച്ച് സമയമെടുക്കും. പാമ്പിൻ വിഷം പടരും പോലെയല്ല. മണിക്കൂറുകളും ദിവസങ്ങളും ചിലപ്പോൾ മാസങ്ങളും എടുക്കും തലച്ചോറിൽ എത്തിച്ചേരാൻ. മുറിവേറ്റ സ്ഥലവും തലച്ചോറും തമ്മിലുള്ള ദൂരം വളരെ പ്രധാനമാണ്. തലയിലും മുഖത്തും കൈകളിലും കടിക്കുന്നതിൽ നിന്നും വ്യത്യാസമാണ് കാലിൽ കടിച്ചാൽ തലയിലെത്താനുള്ള സമയം. കൂടാതെ മുറിവിൻ്റെ ആഴം, പകർന്നു കിട്ടിയ വൈറമ്പുകളുടെ എണ്ണം, വൈറൽ ലോഡ് എന്നിവയൊക്കെ ആശ്രയിച്ച് രോഗം വരാനുള്ള സാധ്യതകളിൽ വ്യത്യാസമുണ്ടാകും. നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും മരണമല്ലാതെ വേറൊരു വഴിയും മുന്നിലില്ലാത്ത ഒരവസ്ഥയാണ് പേവിഷബാധ സംഭവിക്കൽ. തലച്ചോറിൽ ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ ആർക്കും ഏത് മരുന്നിനും നമ്മെ രക്ഷിക്കാനാവില്ല. അത്യത്ഭുതം പോലെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ലോകചരിത്രത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത്.